Hello guys, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ PC ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ PC എന്താണെന്നോ ആ PCക്ക് അത് ലൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്തെന്നോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനി മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിന്റെ പുറമേ ഉള്ള വ്യൂ ഒക്കെ നമുക്ക് കണ്ടുപോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡിസ്പ്ലേയിലോട്ട് പോകാം. ഇത് നോർമൽ ഡിസ്പ്ലേ ആണ്, 16 ഹെഡ്സ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് 16 ഹെഡ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് HD ആണ് ഇതിന് വരുന്നത്. എന്ന് വെച്ചാൽ ഫുൾ HD ഒരിക്കലും കിട്ടുന്നില്ല. ഹാഫ് HD മീൻസ് 720 പിക്സലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ CQ1569 ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ മോഡൽ. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഓൾഡ് ആണ്. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഡിസ്പ്ലേ ഒന്നും അല്ല, ഒരുപാട് ഓൾഡ് ആണ് ഈ ഒരു ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു യൂസിനും അല്ല ഇപ്പോഴത്തെ ഒരു പെർഫെക്റ്റ് യൂസിനൊന്നും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗെയിമൊക്കെ സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ല. 16 ഹെഡ്സിലൊക്കെ വരുന്ന അത്യാവശ്യം ഗെയിംസ് അല്ലെങ്കിൽ 13 ഹെഡ്സിലൊക്കെ ഉള്ള അത്യാവശ്യമുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പിക്സൽ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി അല്ല ആ ഒരു ഗെയിമിൻ്റെ റിയാലിറ്റി എഫക്റ്റ് ഒന്നും ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടില്ല. അത്യാവശ്യം ആവറേജ് ക്വാളിറ്റിയെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് വരുന്നത് IPS പാനലൊന്നും അല്ല, നോർമൽ LCD പാനലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ വലിയൊരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് അവിടെ അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ CPU ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ CPU ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CPU. ഇത് നോർമലി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വലിയ ഹൈസ്പെക് CPU ഒന്നും അല്ല, നോർമൽ യൂസിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു CPU ആണ്. അപ്പോൾ ഈ CPUവിൻ്റെ പുറമേലുള്ള അകത്തുള്ള ലൈറ്റ് സെറ്റപ്പ് അല്ലെ ആ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു നല്ലൊരു PC അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് എഫക്റ്റ് ലുക്കിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ PC ആണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് PCയിലൊക്കെ ആണെങ്കിലും ഗെയിമിംഗ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു PCക്ക് നോർമലി ഗ്രാഫിക്സ് കാർഡ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് ഇന്റലിൻ്റെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ആണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നൈപ്പർ L8 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അത് V2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇനി നമുക്ക് PCയുടെ ബേസിക് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ PCയുടെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചീട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ചീട്ടാണ്, ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ചീട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന RGB ഫാൻ ഇത് നോർമലി ഞാൻ സെറ്റ് ചെയ്തൊരു ഫാനാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. RGB ഫാൻ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫാനിലാണ് ഈ ഒരു RGB ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പരിപാടി മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. കറക്റ്റായിട്ടുള്ള പ്ലസും മൈനസും നോക്കി കൊടുക്കുക. അതിനുശേഷം ഈ ലൈറ്റ് ഇത് ഓൺ ചെയ്യാൻ നേരത്ത് ലൈറ്റും ഫാനും ഓരോ സമയം ഓരോ ടൈമിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഡിസൈൻ ബേസിക്കലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ഫാനിനകത്തൊരു ലൈൻ കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഫാൻ ലീഫ് കറങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാണാനായിട്ട് ഉദ്ദേശിക്കേണ്ടത് ഒന്നെങ്കിൽ പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ തിളങ്ങുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു പെയിന്റ് ആ ലീഫിൽ അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ തിളങ്ങുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ എന്തോ ഈ പറയുന്ന റിഫ്ലക്ടറൊക്കെ മേടിച്ചിട്ട് ആ ഒരു റിഫ്ലക്ടർ എടുത്ത് ആ ഒരു ലീഫിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ആ റിഫ്ലക്ടറിൽ ഈ വെട്ടം തട്ടുമ്പോഴും ആ ഫാൻ കറങ്ങുമ്പോൾ ആ ഒരു ലൈൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ PCക്കകത്തോട്ട് നോക്കുമെങ്കിൽ നോർമലി താഴെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്, അതിനകത്തൊരു ചെറിയൊരു ഇത് വെച്ചേക്കുന്നതാണ്. അതൊക്കെ നോർമലി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സർ ഇരിക്കുന്ന ഫാന് നോർമലാണ്, അവിടെ വേറൊരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ HMPCന്ന് താഴോട്ട് വരുന്ന ലൈന് അല്ലെങ്കിൽ ആ വയറെല്ലാം നമ്മൾ ഒന്ന് ഇൻസുലേഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. കാര്യം ഇൻസുലേഷൻ ചെയ്ത് വിട്ടാൽ ആ വയർ ഒന്ന് ഒതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഈ വയറൊക്കെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആ ഒരു അകത്തൊരു വൃത്തികെട്ട രീതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു വൃത്തികേടും അല്ലെങ്കിൽ ആ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ ആ ടേപ്പ് ഇൻസുലേഷൻ മൊത്തം ചെയ്തിട്ടുണ്ട്. വയറിൽ ഫുള്ള് ഇൻസുലേഷൻ ചെയ്തിട്ടാണ് ആ SMPCന്ന് വരുന്ന വയർ അവിടെ ചെയ്തിരിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ലെൻസ് പ്രൊജക്ടർ ലെൻസിൻ്റെ ഇതിനകത്ത് തന്നെ ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ലൈറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ആ ലൈറ്റ് നല്ലൊരു വെട്ടമാണ്, നല്ല ബ്രൈറ്റും കിട്ടുന്നുണ്ട്, നല്ലൊരു പ്രൊജക്റ്റിംഗ് ലെൻസ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചീട്ട് അല്ലെങ്കിൽ ആ ഒരു ചീട്ട്
അപ്പോൾ ഇതുപോലുള്ളൊരു ചീറ്റാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ജോക്കറൊക്കെ വരത്തില്ല, ആ ജോക്കറാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോർമലി ആ ജോക്കർ ഇതൊരു ഗോൾഡൻ ടൈപ്പ് ചീറ്റ് ആയതുകൊണ്ടും ആ ഗോൾഡൻ റിഫ്ലക്ടർ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ചീറ്റ് ഞാൻ അതിനകത്ത് എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഒക്കെ ഓണാകുമ്പോൾ അകത്തൊരു ജോക്കർ തിളങ്ങുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഓരോ ഐക്കൺസ് നോക്കുമ്പോൾ കാണാം നല്ല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്ന. സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബ്രോക്സിൻ്റെ ഒരു സ്പീക്കറാണ്. അപ്പോൾ ഒരു ഗെയിമിംഗ് സ്പീക്കർ എന്ന് തന്നെ പറയാം. അതൊരു നോർമലി ഗെയിമിംഗ് സ്പീക്കറാണ്. ഇത് ഓൺലൈനിൽ നമുക്ക് 700 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് ഈ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ സ്പീക്കറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പീക്കറിനെ പറ്റി ഇനി നമുക്ക് നേരെ മോണിറ്ററിലോട്ട് വരുന്ന ആ ഗെയിം ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നമുക്ക് ഗെയിമിലോട്ടൊന്ന് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സിംഗിൾ പ്ലെയറിലാണ്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുവാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് മെഷീൻസ് ഒക്കെ കളിച്ചിരുന്നായിരുന്നു. അപ്പോൾ കുറച്ച് മെഷീൻസ് കളിച്ചിരുന്നു. ഇനി നമുക്ക് ഗെയിം സൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു സൗണ്ട്. This was my chance to take him out before he could seal the deal. I was prepared, focused. ഇപ്പോൾ നല്ലൊരു സൗണ്ട് എഫക്റ്റ് ആ ഒരു സ്പീക്കറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ സൗണ്ട് കുറയ്ക്കുകയാണ്. ഞാൻ പറയുന്ന ആഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ ഇതും. അപ്പോൾ നമുക്ക് മൗസിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഡയറക്റ്റ് ഇത്ര ഒരു സ്മൂത്ത്നെറ്റ് കിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഒരു 16 FPS നമുക്ക് ഡിസ്പ്ലേക്ക് തന്നിരുന്നുണ്ടെങ്കിലും നമുക്ക് ആ FPS നമുക്ക് കിട്ടില്ല. കാര്യം നമുക്ക് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇത് ഇൻ്റലിൻ്റെ നോർമൽ ഗ്രാഫിക്സിലാണ് ഈ ഒരു ഗെയിം പ്ലേ ആവുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനും എല്ലാം ഇത് ഇൻ്റലിൻ്റെ ഒരു നോർമൽ ഗ്രാഫിക്സിലാണ് ഇത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടൊരു ഇത് കാണാം. നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നില്ല, എന്നിട്ടൊരു വെട്ടി പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഗ്രാഫിക്സ് ബെറ്റർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു ഗെയിമിന് കളിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. കാര്യം ഇത് ഗെയിം കളിക്കാനായിട്ട് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പ്രീമിയർ പ്രോ, അഡോബ് പ്രീമിയർ പ്രോ ഞാൻ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്ന വേർഷൻ 2015 വേർഷനാണ് ഉപയോഗിക്കുന്നത്. ന്യൂ വേർഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഓൾഡ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. പിക്സാർട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് 2020 വേർഷനാണ് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫിലിമോറോ 9 ഉപയോഗിക്കുന്നുണ്ട്. ഫിലിമോറോ 9ഉം ഏതാണ്ട് 2020 വേർഷനാണ്. അപ്പോൾ ഫിലിമോറോ 9 അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോ ആണ്. കാര്യം ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും അഡോബ് പ്രീമിയർ പ്രോ ആണ്. ഫിലിമോറോ മോശമല്ല, നല്ല ഫിലിമോറോ യൂസ് ആണ്. നല്ല രീതിയിൽ ലോ എൻഡ് ഡിവൈസിലൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഞാൻ നോർമലി ഇത്രയാണ്. അപ്പോൾ ഇനി ഈ ഐക്കൺ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ്. ഇത് ഫോട്ടോഷോപ്പിലാണ് ഡിസൈൻ ചെയ്തത് ഐക്കൺ. ഡയറക്റ്റ് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മളൊരു ഫോട്ടോ എടുക്കുവാണ്. ആ ഫോട്ടോയ്ക്ക് അത് ഇങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തെടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തതാണ് ഈ ഐക്കൺ. പിന്നെ ഈ കാണുന്ന ഡ്രസ്സും ഇതെല്ലാം കൊടുത്തിട്ട് നോർമലി അതിൻ്റെ PNG ഡൗൺലോഡ് ചെയ്ത് സൈഡിലോട്ട് കൊടുത്തിട്ട് ഈ ഫേസ് മാത്രം വെട്ടി അതിൽ വെക്കുമായിരുന്നു. അത് രണ്ടും ചെയ്തത് നമ്മുടെ പിക്സാർട്ടിലാണ്. പിക്സാർട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലൊക്കെ ഉള്ള ഇമേജസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹെഡൊക്കെ വെട്ടിക്കൊണ്ടുവന്നു വെച്ചാൽ ഒന്നിപ്പിക്കാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡ്രോയിങ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി ഇത്ര ഒരു ഡ്രോയിങ്ങിനകത്ത് ഇനി ഒരു കുറച്ചും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തില്ല. ഇവിടെയും ഇയറിൻ്റെ അവിടെയൊന്നും അത്രയും നമ്മൾ ചെയ്തില്ല, കുറച്ച് മാത്രമേ. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ആ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ എൻ്റെ അറിയത്തുള്ളൂ. അപ്പോൾ ഇയറിൻ്റെ അവിടെയൊക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. ഇതുപോലെ മുടിയൊക്കെ ജസ്റ്റ് ഹെയറൊക്കെ നമ്മൾ ചെയ്തതെല്ലാം ഡ്രോയിങ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഡ്രോയിങ് ചെയ്തെടുത്തൊരു പിക്ചറാണ് അത്. എന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഈ ഒരു PC രൂപത്തിൽ എന്ന് വെച്ചാൽ 16:9 റേഷ്യോയിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിം റേറ്റ് ആഡ് ചെയ്തിട്ട് ഫോട്ടോ ഇവിടെ ചെയ്തു വരുന്നു. ഇപ്പം നോർമലി ഇനിയിപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേലോട്ട് പോയാലും PC മണ്ടൊക്കെ ഒരു ലൈറ്റ് ഇരിക്കുന്നതാണ്. അത് വലിയ ഇതൊന്നുമല്ല, നോർമലുള്ള ലൈറ്റാണ്. അത് പർച്ചേസ് ചെയ്തൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആ കാണുന്ന പാത്രം എന്ന് വെച്ചാൽ ആ കാണുന്ന ഒരു ഡിപ്പാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വാച്ച് മേടിക്കുന്നതിൻ്റെയൊക്കെ പാട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൽ മേളിലൊരു ഹോളിട്ട് സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു തടിയുണ്ട്. അതും നോർമലി ഇതുപോലെ തന്നെ ചെയ്തെടുത്തൊരു ഇവിടെ നിന്ന് ഒരു പഴയ തടിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പറയുകയാണെങ്കിൽ നമ്മുടെ PC-യിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാനായിട്ടുള്ളത്, വേറൊന്നുമില്ല. ഇതിനകത്ത് ഫാനും കാര്യങ്ങളും ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നോർമലി ഈ ഒരു ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത് നമ്മുടെ കോമ്പാറ്റിൻ്റെ തന്നെ ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന CP ഫാൻ എന്ന് പറഞ്ഞാൽ മൈക്രോൺ എന്ന് പറഞ്ഞൊരു CP ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അതുപോലെ ഫോർട്സിൻ്റെ ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഫോർട്സിൻ്റെ മദർ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊസസ്സർ വരുന്നത് പെൻറ്റിയം ആണ്. പെൻറ്റിയം 4 ആണ് പ്രൊസസ്സർ വരുന്നത്. റാം 2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് 4GB ഒന്ന് 2GB റാം ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന റാം എന്ന് പറഞ്ഞാൽ 6GB അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് റാമും. ഹാർഡ് ഡിസ്ക് വരുന്നത് നമ്മുടെ 500GB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. ഇനി ഹാർഡ് ഡിസ്കിൽ നിന്ന് SSD മാറ്റണം. അതുപോലെ പ്രൊസസ്സർ, മദർ ബോർഡ് ഇത്രയും മാറ്റണം. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അതെല്ലാം മാറ്റി ഏകദേശം സെറ്റായി വരുമ്പോൾ നമുക്ക് ഇവിടെ ലൈവ് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയായി വരും. ഇപ്പോൾ ഓൾറെഡി ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ലൈവിനുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റാണ്. പിന്നെ ഈ മോണിറ്റർ എന്ന് പറഞ്ഞത്, ഈ മോണിറ്റർ അത്യാവശ്യം നമുക്ക് അടുത്തിരുന്ന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തിരുന്ന് അത്യാവശ്യം ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോണിറ്ററാണ്. പിന്നെ നമുക്ക് ഒരു സൈഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ മോണിറ്ററിനകത്ത് ക്ലിയർ ഇമേജ് അവർക്ക് കാണില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഫേസ് ടു ഫേസ് ഇരുന്നാൽ മാത്രമേ ഇമേജ് ക്ലിയർ ആയിട്ട് കാണത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മൗസിൻ്റെ സെൻറ്റർ ബട്ടണിൽ ഞെക്കുമ്പോൾ വരുന്നതാണ്. ഇനി നമുക്ക് കീബോർഡിലോട്ട് പോകാം. കീബോർഡ് എന്ന് പറഞ്ഞാൽ നോർമലി Pro ഡോട്ടിൻ്റെ ഒരു കീബോർഡാണ് നോർമലി. ഇത് നോർമൽ സ്റ്റാൻഡേർഡ് കീബോർഡാണ്. മൗസ് ഡെല്ലിൻ്റെ മൗസാണ്. അത് നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മൗസ്. നമ്മൾ എവിടെ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു വീഡിയോയിൽ ഇത്ര ഒരു പെർഫെക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേയുടെ മണ്ടയ്ക്കിരിക്കുന്ന ലൈറ്റ്, പിന്നെ ആ ക്യാബിനറ്റിൽ നിന്നുള്ള വെട്ടം, ഈ ഒരു ലൈറ്റിൻ്റെ പ്രകാശവും പിന്നെ ആ സ്പീക്കേഴ്സിൻ്റെ ലൈറ്റിൻ്റെ എഫക്റ്റും കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാലും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു മുറിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡാർക്ക് ആയിരിക്കണം. നമ്മുടെ ലൈറ്റ് വെളിയിൽ നിന്ന് പുറമേ ഉള്ള ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഇത്ര ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ഡാർക്കിൽ നല്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡാർക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ PC ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ PC ഓൺ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റിൽ ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏത് PC ക്യാബിനറ്റിൽ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. നമ്മുടെ SMBസിൻ്റെ ഔട്ട്ലൈറ്റ് വരുന്നതിനകത്ത് വയറുണ്ട്. അതിനകത്ത് യെല്ലോ ആൻഡ് ബ്ലാക്ക്, അത് പ്ലസ് ഓർ മൈനസ് ആണ്. ആ പ്ലസ് ഓർ മൈനസിനകത്താണ് ഈ ലൈറ്റ് മൊത്തം കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ CPU ഓഫ് ആകുമ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ആവും. CPU ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ നോർമലി SMBs ഓൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് കത്തണമെന്നില്ല. നമ്മുടെ CPUവിൻ്റെ പവർ ബട്ടൺ ഞെക്കി ഓൺ ചെയ്താൽ മാത്രമേ ആ ഒരു ലൈറ്റും പ്രകാശിക്കത്തുള്ളൂ. ഇപ്പോൾ നോർമലി ഇതിൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പിടികിട്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ CPU ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ PCയുടെയൊക്കെ ഏകദേശമുള്ള സ്പെക്കും അതുപോലെ തന്നെ PCയുടെ ലൈറ്റ് സെറ്റപ്പൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.